പ്രഗ്നൻ്റ് ആയാൽ ഏത് സ്ത്രീയും വൊമിറ്റ് ചെയ്യും. ഈ വൊമിറ്റിംഗ് ഇല്ലാതാക്കാൻ എന്തെങ്കിലും നടപടിയുണ്ടോ? പ്രഗ്നൻ്റ് ആവുന്ന എല്ലാ കുട്ടികളും ചോദിക്കുന്ന ഒരു സ്ഥിരം ചോദ്യമാണിത്. ഈ വൊമിറ്റിങ്ങിൻ്റെ ടെൻഡൻസി കുറയ്ക്കാൻ ചില പൊടിക്കൈകളും മരുന്നുകളൊക്കെ ഉണ്ട്. നമ്മൾ സാധാരണ കഴിക്കുന്ന ഫുഡ്, ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച്, ഡിന്നർ, ഇങ്ങനെ ഒരു 3 മീൽ എന്നുള്ളത് പലപ്പോഴും നമ്മുടെ ബോഡിയിലുള്ള ആസിഡ് പ്രൊഡക്ഷനെ കൂട്ടും. ആസിഡ് പ്രൊഡക്ഷൻ കൂടുന്നതനുസരിച്ച് നമുക്ക് ഈ റച്ചിങ് നമുക്ക് തികട്ടി വരുന്ന ഒരു സാധ്യത വർദ്ധിപ്പിക്കും. അപ്പം വൊമിറ്റിംഗ് കുറയ്ക്കാൻ ഏറ്റവും നല്ല നടപടി എന്ന് പറയുന്നത് നമ്മൾ ഫ്രീക്വൻറ്റ് സ്മോൾ മീൽസ് എടുക്കുക. എന്ന് വെച്ചാൽ ഇടവിട്ട് അല്പം കഴിക്കുക. അപ്പോൾ നമ്മൾ ഗ്യാസ് ഫോം ചെയ്യുന്ന കുറയ്ക്കും, റച്ചിങ് കുറയ്ക്കും. സാധാരണ നമുക്ക് ഇഷ്ടമുള്ള പല പദാർത്ഥങ്ങൾക്കും നമുക്ക് വോമിറ്റിംഗ് സെൻസേഷൻ കൂട്ടും. പണ്ട് നമുക്ക് ഏറ്റവും ഇഷ്ടം ഉണ്ടായിരുന്നായിരിക്കും ചിലപ്പോൾ ചോറും മീൻ കറി. ഇപ്പോൾ അത് കാണുന്ന പോലും നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റും. അത് വളരെ നോർമലാണ്. ആ പ്രഗ്നൻസി ഹോർമോൺസ് പോലും ഉണ്ടാക്കുന്ന ഒരു അവസ്ഥയാണ്. ലൈം ജ്യൂസ് കഴിക്കുക, അല്ലെങ്കിൽ ജിഞ്ചർ ലൈം ഉണ്ടാക്കി കഴിക്കുക, അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് ഐസ്ക്രീം, ഡയബറ്റീസോ അങ്ങനെയൊന്നും ഇല്ലെങ്കിൽ ഐസ്ക്രീംസ് ഉണ്ടാക്കുക, അതിൽ ഡിഫറെൻറ്റ് ഫ്ലേവേഴ്സ് ഉണ്ടാക്കുക, അതിൽ കോൺഫ്ലേക്സ് അങ്ങനത്തെ സാധനങ്ങൾ ആഡ് ഓൺ ചെയ്യുക. അപ്പം നമുക്കങ്ങനെ ക്രിസ്പി ആയിട്ടുള്ള ഒരു വെറൈറ്റി ഓഫ് ടേസ്റ്റ് നമ്മൾ ഈ വോമിറ്റിങ്ങിൻ്റെ സെൻസേഷൻ ഭയങ്കരമായിട്ട് കുറയ്ക്കാൻ ഹെൽപ്പ് ചെയ്യും. പിന്നെ തീർച്ചയായിട്ടും ഇതിനൊരു ജനറ്റിക് മേക്കപ്പ് ഉണ്ട്. ആ കുട്ടിയുടെ അമ്മയ്ക്ക് നല്ലൊരു വോമിറ്റിംഗ് സെൻസേഷൻ ഉള്ള ഒരു ലേഡി ആയിരുന്നെങ്കിൽ ഈ കുട്ടിക്കും വോമിറ്റിംഗ് സെൻസേഷൻ്റെ സാധ്യത കൂടുതൽ തന്നെ ആയിരിക്കും. പിന്നെ ഒട്ടും പറ്റുന്നില്ല, ഒരു 5 പ്രാവശ്യം 6 പ്രാവശ്യത്തിൽ കൂടുതലൊക്കെ വോമിറ്റ് ചെയ്യുന്ന ഒരു സാഹചര്യമാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് മെഡിസിൻസ് ഉപയോഗിക്കാവുന്നതാണ്. ഈ മെഡിസിൻസ് ഉപയോഗിക്കുന്നതുകൊണ്ട് കുട്ടിക്ക് എന്തെങ്കിലും വൈകല്യങ്ങൾ ഉണ്ടാവുമോ എന്നുള്ള ചോദ്യം എപ്പോഴും ഭർത്താക്കന്മാർ ചോദിക്കും. തീർച്ചയായിട്ടും ഇല്ല. ബിക്കോസ് ആ ലേഡി അവരുടെ ഒരു നോർമൽ ലൈഫിൽ ഈ ഒരു 10 പ്രാവശ്യം 20 പ്രാവശ്യം ദിവസം ഛർദ്ദിക്കുക എന്ന് പറയുമ്പോൾ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പം അമ്മയുടെ ഹെൽത്താണ് കുട്ടിയുടെ ഹെൽത്ത്. അപ്പോൾ അമ്മയുടെ ഹെൽത്ത് ബെറ്റർ ആക്കാൻ വോമിറ്റിംഗ് ഒരു കൺസേൺ ആവുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വോമിറ്റിങ്ങിന് മരുന്നെടുക്കുന്നതുകൊണ്ട് ഒരു തെറ്റുമില്ല.